ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ ആണെന്നാണ് തോന്നുന്നത്. നല്ല വെട്ടം, നല്ല ഒരു പ്ലസൻറ്റ് മോർണിംഗ് ഒക്കെയാണ്. അപ്പം അതുപോലെ തന്നെ ഒരു പ്ലസൻറ്റ് റീഡിംഗ് ആവട്ടെ ഇന്നത്തേതെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മളിത് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഒരാൾ ചിന്തിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഫസ്റ്റ് ഇമോഷൻ എന്താണെന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് ടാരോട്ട് റീഡിങ്ങിൽ വിശ്വാസമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവിത് നിങ്ങൾ വീഡിയോ കാണാതിരിക്കുക. അല്ലാതെ ഒരിക്കലും ഈ നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾ അതിനെ വിമർശിക്കുകയാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ അശ്ലീല ചുവയുള്ള കമൻറ്റ്സ് ദയവിത് അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇതിലേക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഒരു ടാരോ റീഡറും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഇതൊന്നും പറയുന്നതല്ല. ഇത് പഠിച്ചെടുക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് എഫേർട്ടുണ്ട്, ഒരുപാട് റിച്വൽസ് നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ട്. ഒരു റീഡിങ് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് ഓരോ റീഡേഴ്സും ഇങ്ങനെ ടാരോ റീഡ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ അതിൻ്റെ ട്രഡീഷണൽ റൂട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ ആ എടുക്കുന്ന ഒരു എഫേർട്ടിന് നിങ്ങൾ വില കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ അവരെ ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞും ചെയ്തും നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റിവിറ്റി ആകർഷിക്കരുത്. അത്രമാത്രം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. ഇനി എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി റീഡിങ് തരാനുള്ള ഒരു ആവേശം എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് എൻ്റെ റീഡിങ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. നമ്മളിവിടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതിനൊരു പേഴ്സണൽ റീഡിംഗ് തന്നെ നോക്കേണ്ടി വരും. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം ഈ ഒരു ജനറൽ റീഡിങ്ങിൽ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്നും തന്നെ ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യരുത്. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഞാൻ ഈ റീഡിങ്ങിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം ഞാനൊരു യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എന്താണോ എനിക്ക് പ്രപഞ്ചം തരുന്ന സന്ദേശം അത് മാത്രമായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ഇമോഷനാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിക്ക്, നിങ്ങൾക്കൊരു വ്യക്തിയെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ആ ഒരു വ്യക്തിക്ക് എന്ത് കാര്യമാണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഫീൽ ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ എന്ത് ഇമോഷനാണ് ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യുക, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യുക. സോ ഒരു റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് സോർട്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. എന്ത് ഇമോഷനാണ് ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്ത് ഇമോഷനാണ് ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സോർട്ട് കാർഡാണ്. പേജ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന മെമ്മറി എങ്ങനെയുള്ളതാണെന്നുള്ളതാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെക്കുറിച്ചായിരിക്കാം. എന്താണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന മെമ്മറി, എന്താണ്? എംപറർ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് എന്താണ് തോന്നുന്നത് എന്നുള്ളതാണ്. അവരുടെ ഇമോഷൻ ലവ് ആയിരിക്കാം, അതോ നിങ്ങളെ മിസ് ചെയ്തതാണോ, കൺഫ്യൂഷനാണോ, എന്താണ് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻസ്? കൺഫ്യൂഷനാണോ, ലവ് ആണോ, എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻ? ഓക്കെ, 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. സോ അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് നിങ്ങളെ അറിയാതിരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അതിനെന്തെങ്കിലും പേടിയാണോ? ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അവർ പറയാതെ ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാത്തതെന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് അവരുടെ ഫീലിങ്സ് ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യാത്തത്? സോ ഒരു ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ്, ആ ഇമോഷൻസ് അവർക്ക് എത്രത്തോളം സ്ട്രോങ് ആണ്? ഇമോഷൻസ് എത്രത്തോളം സ്ട്രോങ് ആണ് ചോദിച്ചപ്പോൾ ഹോപ്പ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. അവർക്ക് നിങ്ങളോട് പറയാൻ എന്തെങ്കിലും
ആഗ്രഹമുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ, എന്ത് കാര്യമാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് കാര്യമാണ് അവർക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ടു ഓഫ് സോർട്സ്. ആൻഡ് ഈ ഒരു ഫീലിങ്സ്, ഇപ്പോൾ ഇവർക്ക് ഈ തോന്നുന്ന ഫീലിങ്സിന് എന്തെങ്കിലും ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉണ്ടോ, അതോ വെറുതെ മിന്നി മറയുന്ന ഒരു ഫീലിങ്സ് ആണോ? എന്താണ് ഈ ഒരു ഫീലിങ്സിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ? ഓക്കെ, 10 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് ക്ലാരിറ്റി കാർഡ്സ് കൂടി നോക്കാം. ക്ലാരിറ്റി കാർഡ് ഫോർ പേജ് ഓഫ് സോർട്സ്. പേജ് ഓഫ് സോർട്സിനുള്ള ക്ലാരിറ്റി കാർഡ് നോക്കാം. പേജ് ഓഫ് സോർട്സ്, ക്ലാരിറ്റി കാർഡ്സ്, 4 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ആൻഡ് നിങ്ങളെക്കുറിച്ചുള്ള എന്ത് മെമ്മറിയാണ് അവർക്ക് വന്നിരിക്കുന്നത്? എംപറർ. അതിൻ്റെ ക്ലാരിറ്റി നോക്കാം. ക്ലാരിറ്റി ഫോർ എംപറർ. സോ ഡെപ്ത് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇനി ദി ഡെവിൾ എന്ന് പറയുന്ന കാർഡിൻ്റെ ക്ലാരിറ്റി നോക്കാം. ക്ലാരിറ്റി കാർഡ് ഫോർ ദി ഡെവിൾ. എന്തുകൊണ്ടാണ് അവർ നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പേടിക്കുന്നത് അല്ലെങ്കിൽ മടിക്കുന്നത്? So 8 of Pentacles. And അവരുടെ ഇമോഷൻസ്, അവരുടെ എത്രത്തോളം സ്ട്രോങ് ആണ്. സ്റ്റാർ എന്നുള്ള കാർഡിൻ്റെ ക്ലാരിറ്റി കൂടി നോക്കാം. ക്ലാരിറ്റി കാർഡ് ഫോർ ദി സ്റ്റാർസ്. ക്ലാരിറ്റി കാർഡ് ഫോർ ദി സ്റ്റാർ. Six of Pentacles. ഓക്കെ, അപ്പോൾ ഈ ഫീലിങ്സിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ, അതിൻ്റെ ക്ലാരിറ്റി ഇവിടെ നോക്കാം. എന്താണ് ഈ ഫീലിങ്സിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. ക്ലാരിറ്റി കാർഡ് ഫോർ 10 ഓഫ് സോർട്സ് ആണ്. ക്ലാരിറ്റി കാർഡ് ഫോർ 10 ഓഫ് സോർട്സ്. ക്ലാരിറ്റി കാർഡ് ഫോർ 10 ഓഫ് സോർട്സ് ഇസ് 3 ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു റീഡിങ് കാണുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു റൊമാൻറ്റിക് ഒരു റിലേഷൻഷിപ്പിനേക്കാൾ വളരെ മാനസികമായിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കാർമിക് സൈക്കിള് പോലെയുള്ള ഒരു കാർമിക് സ്റ്റൈൽ കണക്ഷനാണ് ഇതെന്ന് പറയാം. ഓക്കെ, ഇതൊരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു ഡീപ്പ് കണക്ഷനുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നിങ്ങളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എന്ത് ടൈപ്പ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കൂടുതലും കമ്മ്യൂണിക്കേഷനേക്കാളും കൂടുതൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ പല കാര്യങ്ങളും ഈ റിലേഷൻഷിപ്പിൽ പറഞ്ഞിട്ടില്ലായിരിക്കും. നിങ്ങൾ പറയണമെന്ന് ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടില്ലായിരിക്കും. മാനസികമായിട്ട് പല പല കോൺഫ്ലിക്റ്റുകൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഫീലിങ്സ് നിങ്ങളിവിടെ സപ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പറയണം അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാതെ നിങ്ങളത് സപ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ ഓവർ തിങ്കിങ്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് തന്നെയാണ്. ഇമോഷണലി നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. സോ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫ്ലോ ഉള്ള ഒരു ലവ് കണക്ഷൻ അല്ല, ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കിയ, കുറേ റിയലൈസേഷൻസ് തന്നിട്ടുള്ള, കുറേ പാഠങ്ങൾ തന്നിട്ടുള്ള, കുറേ തിരിച്ചറിവുകൾ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാർമിക് കണക്ഷൻ, ഒരു കാർമിക് സ്റ്റൈൽ കണക്ഷൻ തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പലപ്പോഴും എന്താ പറയുക, ഇതാണ് റിയാലിറ്റി എന്ന് നിങ്ങളെ പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന കുറേ സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെയധികം ഒരുമിച്ചുണ്ടായിട്ടും വളരെ സൈലൻസ് കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മാറി മാറി രണ്ട് സ്ഥലങ്ങളിലായിരിക്കും. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഫസ്റ്റ് ഇമോഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിങ് ഓഫ് സോർട്സ് റിവേഴ്സും അതുപോലെ പേജ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. 4 ഓഫ് കപ്സ് ആണ് ഇവിടെ ക്ലാരിറ്റി വന്നിട്ടുള്ളത്. ഇതിൽ നിന്നൊരു മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മെൻ്റലി ഭയങ്കര ഇറിറ്റേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുന്നു.
നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, അവരെന്ത് ചെയ്യുന്നു, അവരെന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. കമ്മ്യൂണിക്കേഷൻ ആ ഒരു രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ അറിയണം, അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നും നിങ്ങൾക്കുണ്ട്. പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുമ്പോൾ ഇറിറ്റേഷനാണെന്ന്. കാരണം പല പ്രശ്നങ്ങളും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇറിറ്റേഷനും തോന്നുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു കറണ്ട് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മെൻ്റലി മാനസികമായിട്ടാണെങ്കിൽ അത്ര ഓക്കെ അല്ലാത്ത സിറ്റുവേഷനാണ്. അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അവർ ഡിഫെൻസീവ് ആവുന്നുണ്ട്, അവർ എതിർക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രമിക്കും. അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നത് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കാതെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, മാനസികമായിട്ട് അവർ നിങ്ങളുമായിട്ടൊരു ആർഗ്യുമെൻറ്റ് നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങളും അവരും തമ്മിൽ മാനസികമായിട്ടുള്ള കാര്യങ്ങളിൽ ആർഗ്യുമെൻറ്റ്, എന്താ പറയുക, അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ടായിരിക്കും. അവർക്കൊരു കൺട്രോൾ കിട്ടുന്നില്ല നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അവർക്കൊരു കൺട്രോൾ, മാനസികമായിട്ടൊരു കൺട്രോൾ വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ പേജ് ഓഫ് തോട്ട്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തോന്നും അവർ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല, പക്ഷെ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ മാനസികമായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോൺവെർസേഷൻ കഴിഞ്ഞു, ഒരു സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടായി, അത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മാനസികമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും 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 ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇമോഷണലി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു എനർജിയാണ്, ഡിസാറ്റിസ്ഫൈഡ് ആണ്. അവർക്ക് പോസിബിലിറ്റീസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ അവരുടെ ചുറ്റിലും ഉണ്ടെങ്കിലും മാനസികമായിട്ട് സന്തോഷിക്കാനുള്ള കാര്യങ്ങളും വൈകാരികമായിട്ട് ഹാപ്പി ആവാനുള്ള കാര്യങ്ങൾ അവർക്ക് ചുറ്റിലുണ്ടെങ്കിലും അതിലേക്കൊന്നും അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് അവർ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നിങ്ങളെ ആലോചിച്ചിട്ടാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷനിലാണ്, കുറച്ച് എനിക്കൊന്ന് മാറിയിരിക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് അവരിപ്പോൾ ഉള്ളത്. വളരെയധികം റെസ്റ്റ്ലെസ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് ഈ തോട്ട്സ് ഒക്കെ കൊണ്ടായിരിക്കും വളരെയധികം റെസ്റ്റ്ലെസ് ആണ്, ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരു ചെറിയ റിഗ്രെറ്റ് എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ്, നിങ്ങളുടെ കുറേ കഴിവുകളുണ്ട്, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ശക്തികളുണ്ട്, നിങ്ങളുടെ ഒരു ബൗണ്ടറി ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ചിന്തിക്കുക പെട്ടെന്ന്. സോ നിങ്ങൾക്ക് വളരെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം വന്നപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങൾക്ക് അതിനകത്തൊരു ടോക്സിസിറ്റി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നിയ സമയത്ത് നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ ഒരു ചിന്തയിൽ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾ കൃത്യമായിട്ടുള്ള പരിധികൾ നിശ്ചയിച്ചിട്ടുള്ള, അതായത് ഇത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം എല്ലാ കാര്യങ്ങളും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത് ഒരു മേജർ ഷിഫ്റ്റിലേക്ക് കടക്കാൻ പോവാണ്. അതായത് മേ ബി അവർക്ക് ഈ ഒരു നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു കാര്യത്തിൽ, അതായത് നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വന്നാൽ ശരിയാവില്ല എന്നൊക്കെയുള്ളൊരു ചിന്തകളുണ്ട്, അതിലേക്കൊരു മാറ്റം വരാൻ പോവാണ്. സോ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലേക്കുള്ള എന്തോ ഒരു കാര്യത്തിൽ പെർമനൻ്റ് ആയിട്ട് മാറ്റം വരാനുള്ള ഒരു സൂചന നൽകുന്നുണ്ട് ഡെത്ത് എന്ന് പറയുന്ന ഈ ഒരു കാർഡ്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു വ്യക്തി കാരണമാണ് ഞാൻ ഇന്ന് ഇത്രത്തോളം മാറിയിരിക്കുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നോക്കിയപ്പോൾ ഒരു 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ചില കാരണങ്ങളുണ്ട് ഈ സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്, മൂവ് ചെയ്ത് പോവേണ്ടതായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ഇമോഷണലി നിങ്ങളെ അവോയ്ഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് അകന്നു പോയൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, അവർ കെയർ ചെയ്യുന്നില്ല അങ്ങനെയുള്ളതല്ല, പക്ഷേ എന്താണ് ശരിക്കുള്ള ആ ഒരു ഡീൽ, എന്താണ് ശരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നതെന്ന് അവർക്ക് ശരിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അവരതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയി എന്നുള്ള ഒരു ഇമോഷൻ, അതാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ഒരു കൺഫ്യൂഷനാണ്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പോയത്, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം, നിങ്ങൾ മൂവ് ചെയ്ത് പോയി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിങ്ങൾ
വാക്ക് അവേ ചെയ്തു, നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കടന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോയി. ഇനി അവർക്ക് ഇവിടെ പ്രസക്തി ഉണ്ടോ എന്ന് അറിയുന്നുണ്ടാവില്ല. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഈ ഒരു ഫീലിങ്സ് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള മടി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ ഓവർ ഒബ്സസ്ഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. അഭിനിവേശം എന്ന് പറയാം. നമുക്കൊരു റിലേഷൻഷിപ്പിൽ സ്നേഹം വേണം, എല്ലാം വേണം, പക്ഷെ എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം. ഓവറായിട്ട് അവർ ഈ റിലേഷൻഷിപ്പിലേക്ക് ഒബ്സസ്ഡ് ആയിരുന്നു, ഓവർ അറ്റാച്ച്മെൻറ്റ് അവർക്കുണ്ടായിരുന്നു, അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ, ടോക്സിസിറ്റി പോലെ ഒക്കെ അവർക്കുണ്ടായിരുന്നു. നിങ്ങളെ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന അതൊക്കെ അവർ ആലോചിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കേട്ടോ. അതുമാത്രമല്ല, നിങ്ങളിലേക്കൊരു സെക്ഷൽ പുൾ അവർക്കുണ്ടായിരുന്നു, ശാരീരികമായിട്ടുള്ള ഒരു നീഡ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷൽ പുൾ ഉണ്ടായിരുന്നു, ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു, ഇമോഷണലി നിങ്ങളോട് വളരെയധികം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. മാനസികമായിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ആശ്രയിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, ഈ റിലേഷൻഷിപ്പിലേക്ക് കാണിച്ച എഫേർട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇതൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ഇനി ഇങ്ങനെ എഫേർട്ട് ഇട്ട് ഞാൻ നിരാശപ്പെടേണ്ടി വരുമോ എന്നവരെ ചിന്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. നല്ല രീതിയിൽ ഇതിലേക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. ഓക്കെ, അവർ വളരെയധികം ഡീപ്ലി നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഡീപ്പ് അറ്റാച്ച്മെൻ്റ് ആണ്. അവർക്കൊരു മേ ബി ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് അവർ പല കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു ടോക്സിസിറ്റി പോലും നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ഫീൽ ചെയ്തിരിക്കാം. അതായത് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ എല്ലാം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ വേണം, അല്ലെങ്കിൽ അവർ ഇല്ലാതെ നിങ്ങൾക്കൊരു സന്തോഷം അങ്ങനെയൊന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ അവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഒരു ടോക്സിസിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അവർ ഇത്രയും ഇനി എഫേർട്ട് ഇടുന്നതിന് അവർക്ക് പേടിയുണ്ട്, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്വയം കൺട്രോൾ ചെയ്യാനുള്ള ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ ഇമോഷണൽ അഡിക്ഷൻ വീണ്ടും ഉണ്ടാവുമോ എന്ന് അവർ പേടിക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻസ്, എന്താ പറയുക, സ്വാതന്ത്ര്യം അത് നഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടി അവർക്കുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇവരുടെ ഇമോഷൻസ് ഇപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷൻസ് ഇപ്പോഴും ഉണ്ട്, പക്ഷേ കുറച്ചുകൂടി ജെന്യുവൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതായത് അവരൊരു ഹീലിങ്ങിലേക്കൊക്കെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു പ്രതീക്ഷ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇമോഷണലി കുറച്ചുകൂടി സിൻസിയർ ആവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി അവർക്കൊരു ബാലൻസ് ലൈഫിൽ വേണമെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. അവർ പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് സ്നേഹം തരണം, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ കൊടുക്കുന്നത് തിരിച്ചു ലഭിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർ എത്രത്തോളം സ്നേഹം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യും, അത് അവർക്ക് എത്രത്തോളം തിരിച്ച് നിങ്ങളിൽ നിന്നും കിട്ടും എന്നവരൊക്കെ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ് ഒരു കാര്യത്തിൽ. അവർക്കൊരു ബാലൻസ് ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ഇമോഷൻ, ഒരു സ്ട്രോങ് ഇമോഷൻ എന്ന് പറയുന്നത്. സ്റ്റിൽ അവർ വളരെ സോഫ്റ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട്, ഹോപ്പ്ഫുൾ ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയൊരു റീസ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അവർ ചില സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. മേ ബി ഇതൊരു ചില സമയത്ത് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവർക്കൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇപ്പോൾ. മേ ബി ഒരു അപ്പോളജി, ഒരു ക്ഷമാപണത്തിൻ്റെ ഒരു സൈനായിരിക്കാം ഇതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ അവോയ്ഡ് ചെയ്ത, അവർ മനസ്സിലാക്കാതെ പോയ, അല്ലെങ്കിൽ അവർ അറിയാമായിരുന്നിട്ടും ഉപേക്ഷിച്ച ചില സത്യങ്ങൾ, അല്ലെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്യാതിരുന്ന സത്യങ്ങളൊക്കെ അവർക്ക് പറയണം എന്നുണ്ട്. ആൻഡ് ഇതൊരു കൺഫെഷൻ മോഡാണ്. ഈ ഒരു കാർഡ് വന്നപ്പോൾ ഒരു കൺഫെഷൻ മോഡ് അവരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളോട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു മാനസികമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിലാണ്, എനിക്ക് തീരുമാനമെടുക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ല, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എന്ത് ചോയ്സ് എടുക്കണം എന്നറിയില്ല എന്നാണ് അവരിപ്പോൾ നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ എൻഡിങ് വരുന്നുണ്ട്. ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ പോയിന്റിലായിരിക്കും ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഈ ഓൾഡ് പാറ്റേൺസ് ഒക്കെ ഇപ്പോൾ നിങ്ങളോട് എങ്ങനെയാണോ അവർ പെരുമാറിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നത്, നിങ്ങൾ അങ്ങോട്ട് എങ്ങനെയാണ്, ആ ഒരു കാര്യങ്ങളുടെയൊക്കെ ഒരു എൻഡ് വരാനുള്ള ഒരു
മാറ്റം വരാനുള്ളതും പുതിയൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളതുമായിട്ടുള്ള ഒരു വഴിയുണ്ട്. ഓക്കെ, ഈ ഒരു എൻഡിങ്ങിന് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ ഫ്യൂച്ചർ കാണാനായിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ആക്ഷനിലേക്ക് നിങ്ങൾ കടക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഇമോഷണൽ പാത്ത് എന്ന് പറയുവാണെങ്കിൽ, അത് മാനസികമായിട്ട് എന്ന് പറയുവാണെങ്കിൽ, നിങ്ങൾ വളരെയധികം ഇമോഷണലിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വളരെ ഇമോഷണലി ഇപ്പോൾ കടന്നു പോകുന്നു, ചില റിയലൈസേഷൻസ് വരുന്നു, മെച്യൂരിറ്റി വരുന്നു, ഒന്നുകിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള റീകണക്ഷൻ, അതിനുവേണ്ടി അവരൊരു ആക്ഷൻ എടുക്കുന്നു. ഓക്കെ, ഒന്നെങ്കിൽ ഇത് അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണം. അത് ഇതുവരെ ഉണ്ടായ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല, ഇനി വളരെ ബെറ്റർ ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊരു സോൾമേറ്റോ ട്വിൻ ഫ്ലെയിമോ ഒന്നും അല്ല, ഒരു കാർമിക് ലെസൺ ബേസ്ഡ് ബോണ്ടായിട്ടാണ് മനസ്സിലാവുന്നത്. കാരണം ഇതിനകത്ത് വളരെ സ്ട്രോങ് മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ വളരെയധികം സപ്രസ്ഡ് ആക്കി നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എക്സ്പ്രസ് ചെയ്യാൻ, ഇപ്പോൾ പേജ് ഓഫ് സോട്ട്സും കിങ് ഓഫ് സോട്ട്സ് ഒക്കെ റിവേഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, പറയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് പറയാതിരുന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ പല കാര്യങ്ങളും ബൗണ്ടറീസ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നും കൂടി പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇതൊരു കാർമിക് സ്റ്റൈൽ കണക്ഷൻ തന്നെയാണ്. സോ ഇതിനകത്ത് ഒരു ടോട്ടൽ റീഡിങ് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു സമയം വളരെയധികം സൈലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തി അതുപോലെ തന്നെയാണ്. അതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു ഡിലേ ആണ്, കമ്മ്യൂണിക്കേഷനൊക്കെ വളരെയധികം കുറവുണ്ട്. ഒരുമിച്ചുണ്ടെങ്കിൽ പോലും കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഒരു റീയൂണിയന് സാധ്യതയില്ലാതൊരു ക്ലോഷർ വരാനും, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട്, വേദനിക്കുന്ന കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാനും ചാൻസ് ഉണ്ട്. ഒരുമിച്ച് വളരാനും ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 10 ഓഫ് സോഴ്സിന് ശേഷം നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളായിരിക്കും അതെന്ന് പറയുന്നത്. സോ ഇതൊരു ജനറൽ കൈൻഡ് ഓഫ് റീഡിംഗ് ആണ്. ഇതിൻ്റെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാവുള്ളൂ. ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, റെസണേറ്റ് ആവുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക, നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും എടുക്കേണ്ട. സോ നമുക്ക് മറ്റൊരു റീഡിങ്ങിൽ കാണാം.